പ്രേക്ഷകർക്ക് മാസ്റ്റർ ഓഫ് റിവ്യൂ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അവർ നിങ്ങളെ മറന്നു തുടങ്ങിയോ അതോ ഇപ്പോഴും നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ എന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് 2 ഫയലുകളാണ്. 2 ഫയലുകളിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കുക. അതിനുശേഷം വീഡിയോ തുറന്ന് കാണുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ ഫയലായ 389 എന്ന അക്കം ഫയലായി സ്വീകരിച്ചുള്ള റീഡിങ്ങിലേക്ക് പോകാം. അവർ നിങ്ങളെ മറന്നു തുടങ്ങിയോ അതോ ഇപ്പോഴും അവരുടെ മനസ്സിൽ നിങ്ങളുണ്ടോ? തീർച്ചയായിട്ടും അവർ നിങ്ങളെ ആദ്യം അവഗണിക്കുകയും പിന്നീട് ആത്മാർത്ഥമായി സ്നേഹിക്കുകയും ചെയ്തവരാണ്. ആ വ്യക്തി നിങ്ങളും ആദ്യമായിട്ട് കാര്യമായ ബന്ധങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിലും പതുക്കെ നിങ്ങളും ആ വ്യക്തിയും മനസ്സിലാക്കി വരികയും ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളിൽ, ഒരുപാട് പ്രശ്നങ്ങളിൽ അതിജീവിച്ചുകൊണ്ട് നിങ്ങളും ആ വ്യക്തിയും മുന്നോട്ട് പോയിട്ടുള്ളതാണ്. ഒരുപാട് സങ്കീർണമായ പ്രശ്നങ്ങൾ നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ ഉണ്ടായിരുന്നു. ജീവിതത്തിൽ വളരെയധികം അകൽച്ചയിൽ നിന്ന് നിങ്ങൾ പതുക്കെ മനസ്സറിഞ്ഞ് ഒന്നാകുകയും പരസ്പരം സ്നേഹിക്കുകയും ചെയ്തതാണ്. പക്ഷെ പിന്നീട് ചില ആളുകൾ നിങ്ങൾക്കിടയിൽ നടത്തിയ പ്രവർത്തനങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും ഒരുമിച്ച് ജീവിക്കാൻ അനുവദിക്കില്ലെന്ന് ശാഠ്യം പിടിച്ച ചിലർ, അവരുടെ പ്രവർത്തനങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും തമ്മിൽ അകറ്റി. ഒരുപാട് സംഘർഷങ്ങളും ഒരുപാട് പ്രതിസന്ധികളും നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിക്കും ഇടയിലുണ്ടായി. എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ചുകൊണ്ട്, എല്ലാ പ്രശ്നങ്ങളെയും തള്ളിക്കളഞ്ഞുകൊണ്ട് നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിക്കും ഒരുമിച്ച് പോകാനുള്ള സൗഭാഗ്യം ഈശ്വരൻ നൽകിയിരുന്നു. പക്ഷേ ഇടയിൽ പ്രശ്നങ്ങൾ വഷളാകുകയും ചിലർ അതിന് വേണ്ടി കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുകയും അവർ നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും അകറ്റാൻ ശ്രമിക്കുകയും തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതിൽ അവർ വിജയിക്കുകയും ചെയ്തു. ചില സാഹചര്യങ്ങളും അവർക്ക് അനുകൂലമായി വന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തെ അത് സാരമായി ബാധിക്കുകയും നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ബന്ധത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ചെയ്തു. ഇപ്പോൾ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ മാനസികമായി ഉള്ള അകലം മാറിയിരിക്കുന്നു. നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഉള്ള ബന്ധത്തിൽ ദൃഢത കൈവന്നിരിക്കുന്നു. എല്ലാ പ്രശ്നങ്ങളെയും എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട് നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിക്ക് ഒരുമിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. നിങ്ങളെ ആയിട്ട് അകന്നുവെങ്കിലും മനസ്സിൽ ഇപ്പോഴും നിങ്ങളെക്കുറിച്ചുള്ള സ്നേഹം ആ വ്യക്തിക്കുണ്ട്. അകന്നിരുന്ന് ചിന്തിക്കുമ്പോഴും നിങ്ങളെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ആ വ്യക്തി മുന്നോട്ട് പോകുന്നത്. അടുത്തതായിട്ട് രണ്ടാമത്തെ ഈ ഫയൽ തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിങ്ങിലേക്കാണ് നാം പോകുന്നത്. ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ പോലും ഒരു വ്യക്തിയെ ഇഷ്ടപ്പെടണം അല്ലെങ്കിൽ ഒരു വ്യക്തിയുമായിട്ട് ഇഷ്ടത്തിലാകണം എന്നുള്ള ഒരു ധാരണയും ആ വ്യക്തിയുടെ മനസ്സിലുണ്ടായിരുന്നില്ല. ആരെയെങ്കിലും തൻ്റെ ജീവിതത്തിൽ സ്നേഹിക്കുമോ എന്ന് പോലും ആ വ്യക്തിക്ക് ഉറപ്പുണ്ടായിരുന്നില്ല. അതിന് ആ വ്യക്തി തയ്യാറുമല്ലായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ കടന്നെത്തുകയും നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധം അടുക്കുകയും ചെയ്തു. വലിയ പ്രതിസന്ധികളും പ്രശ്നങ്ങളും അതിജീവിച്ചുകൊണ്ട് നിങ്ങൾക്കും ആ വ്യക്തിക്കും ഒരുമിച്ച് വരാൻ കഴിഞ്ഞു, ഒരുമിച്ചെത്താൻ കഴിഞ്ഞു. ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങൾ, അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് വളർന്ന ഒരു 2 വ്യക്തികളാണ് നിങ്ങൾ രണ്ടുപേരും. ആ വ്യക്തിയുടെ മനസ്സിലെപ്പോഴും നിങ്ങളെക്കുറിച്ച് നല്ല ചിന്തകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങളെ സ്നേഹിക്കുന്നത് പോലെ മറ്റാർക്കും ആ വ്യക്തി സ്വാതന്ത്ര്യമോ സ്നേഹമോ നൽകിയില്ലായിരുന്നു. ഏറ്റവും ആത്മാർത്ഥമായ സ്നേഹമാണ് നിങ്ങൾക്കും ആ വ്യക്തി നൽകിയത്. ജീവിതത്തിൽ നിങ്ങളെ അല്ലാതെ മറ്റാരെങ്കിലും സ്നേഹിക്കുകയോ ഉൾക്കൊള്ളുകയോ മറ്റാർക്കെങ്കിലും സ്വാതന്ത്ര്യം നൽകുകയോ ചെയ്തിട്ടില്ല. നിഷ്കളങ്കമായാണ് നിങ്ങളെ ആ വ്യക്തി സ്നേഹിച്ചത്. പക്ഷെ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ചില പെരുമാറ്റങ്ങൾ ഒരു ഘട്ടത്തിൽ ആ വ്യക്തിക്ക് വിഷമമുണ്ടാക്കി. ആ വ്യക്തി അതിൻ്റെ കാരണങ്ങൾ പോലും പറയാതെ നിങ്ങളിൽ നിന്ന് അകലാൻ ശ്രമിച്ചു ഒറ്റയടിക്ക്. പക്ഷേ അത്തരം അകൽച്ചകൾ ആ വ്യക്തിയിൽ ഒരുപാട് വേദനകൾ സൃഷ്ടിച്ചു. അത്തരം അകൽച്ചകൾ ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ അകാരണമായ ചില വേദനകൾ സൃഷ്ടിച്ചു.
നിങ്ങൾക്കും അവസാനം കുറ്റബോധം തോന്നി. ഞാൻ പറയാൻ പാടില്ലാത്തതാണ് എൻ്റെ വ്യക്തിയോട് പറഞ്ഞത്. ഞാൻ അത്തരത്തിൽ പ്രതികരിക്കുക ചെയ്യാൻ പാടില്ലായിരുന്നു എന്നുള്ള ചിന്തകളൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടായി. ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും അതിജീവിച്ചുകൊണ്ട് നിങ്ങൾക്കും ആ വ്യക്തിക്കും ഇടയിൽ കൃത്യമായൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി. ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞ ഒരു ഘട്ടത്തിലൂടെ കടന്നുപോയി. പലപ്പോഴും നിങ്ങൾക്കും കുറ്റബോധം ഉണ്ടായി. നിങ്ങളുടെ ചില പെരുമാറ്റങ്ങളും വാക്കുകളുമാണ് ആ വ്യക്തിയെ വേദനിപ്പിച്ചത്. ആദ്യം ആ വ്യക്തിയോട് ദേഷ്യം തോന്നിയെങ്കിലും പിന്നീട് നിങ്ങൾക്കും ആ വ്യക്തിയോട് സഹതാപവും ഇഷ്ടവും തോന്നി. ഇപ്പോൾ നിങ്ങളുടെ രണ്ടുപേരുടെ മനസ്സിലും തിരിച്ച് ഒന്നിക്കാനുള്ള ഒരാഗ്രഹം വന്നിരിക്കുന്നു. അങ്ങനെ നിങ്ങൾ രണ്ടുപേരും ഉടൻ തന്നെ ഒന്നിക്കാൻ പോകുന്നു. ഏറ്റവും നല്ല സമാധാനമായ ഒരു ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് രണ്ടുപേർക്കും എത്തിച്ചേരാൻ കഴിയുന്നു. എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്ത് നിങ്ങൾക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാനും കഴിയും.